ഹായ് കൂട്ടുകാരെ, നമസ്കാരം. ഇന്നലെ രാത്രിയാണെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോകുന്ന വഴി മംഗലാപുരത്ത് വെച്ച് എൻ്റെ ഓപ്പോസിറ്റ് വന്ന ഒരു വണ്ടിയായിട്ട് ഞാൻ പോയി എൻ്റെ കാറൊന്ന് തട്ടിയായിരുന്നു. അപ്പോൾ ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങി, ഒരു വണ്ടിയിൽ രണ്ടുപേരുണ്ടായിരുന്നു. അപ്പോൾ അവർ പുറത്തോട്ട് ഇറങ്ങി വന്നിട്ട് പുള്ളിയുടെ ഭാഗത്താണ് തെറ്റി, പുള്ളിയാണ് റോങ് സൈഡ് കൊണ്ടുവന്ന് കയറിയത്. അപ്പോൾ എൻ്റെ വണ്ടിയിൽ കൊണ്ട് ഇടിച്ചു തന്നു. അപ്പോൾ പുള്ളിയുടെ വണ്ടിയിൽ ചെറിയൊരു സ്ക്രാച്ച് സംഭവിച്ചു ഡോറിൻ്റെ സൈഡിൽ, റൈറ്റ് സൈഡിൽ. അപ്പോൾ പുള്ളി പുറത്തിറങ്ങി വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, എവിടെ നോക്കിയടാ വണ്ടി ഓടി? ഞാൻ പറഞ്ഞു, ചേട്ടനല്ലേ കൊണ്ട് കയറത്തുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ സംസാരിച്ചു, ഇത് വോട്ട്സ്വാഗൻ്റെ ലക്ഷങ്ങൾ വിലമതിക്കുന്ന വണ്ടിയാണ്, നീ ഇപ്പോൾ ഒരു കാര്യം ചെയ്യും, ഒരു 5000 രൂപയും എടുക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്തിനായിട്ടാ ഞാൻ പൈസ തരുന്നത്, നിങ്ങളല്ലേ റോങ് സൈഡ് കൊണ്ട് കയറിയതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഇല്ല പറഞ്ഞാൽ പറ്റില്ല, 5000 രൂപ വേണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ചേട്ടാ പൈസ തരാനൊന്നും പറ്റത്തില്ല, ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇൻഷുറൻസ് ഉണ്ടല്ലോ, ക്ലെയിം ചെയ്യാമെന്ന് പറഞ്ഞു. അത് പറ്റത്തൊന്നുമില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇവിടെ തൊട്ടടുത്ത് പോലീസ് സ്റ്റേഷൻ ഉണ്ട്, നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു. പോലീസ് സ്റ്റേഷൻ ഉണ്ട്. അപ്പം അതിന് പുള്ളി സമ്മതിക്കുന്നില്ല, പുള്ളിക്ക് പൈസ വേണം. ഞാൻ പറഞ്ഞു, ഇല്ല ഒരു കാരണവശാലും ഞാൻ പൈസ തരത്തില്ല, നമുക്ക് നേരെ സ്റ്റേഷനിൽ പോയിട്ട് അവിടെ നമുക്ക് GD എൻട്രി മേടിച്ച് അത് ക്ലെയിം ചെയ്യാമെന്ന്. എൻ്റെ വണ്ടിക്കും ചെറിയൊരു സ്ക്രാച്ച് ഉണ്ട്. അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോകാമെന്ന് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു വേണ്ട എന്നും പറഞ്ഞിട്ട് പുള്ളി അങ്ങ് പോയി. അപ്പോൾ പുള്ളി മാക്സിമം എൻ്റെ അടുത്ത് സംസാരിച്ച് ബാർഗെയിൻ ചെയ്ത് 5000 രൂപ വേണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ചേട്ടാ ഒരു കാരണവശാലും പൈസ തരാൻ പറ്റത്തില്ല, കാരണം വണ്ടിക്ക് ഇൻഷുറൻസ് ഉണ്ട്, അപ്പോൾ നമുക്കത് ക്ലെയിം ചെയ്യാം. അപ്പോൾ പുള്ളി അത് ഒരു കാരണവശാലും വില്ലിങ് ആയില്ല. അവസാനം ഏകദേശം ഒരു 1/4 മണിക്കൂർ സംസാരിച്ചിട്ട് പുള്ളി പറഞ്ഞു, ആ ശരി, ഇത് നിങ്ങൾക്ക് ഒന്നും എന്നെ കുറേ അങ്ങ് എന്തൊക്കെ പറഞ്ഞിട്ട് അവൻ അങ്ങ് പോയി. കാരണം പഠിച്ച പണി 18 നോക്കി എൻ്റെ കയ്യിൽ നിന്ന് കാശ് മേടിക്കാനായിട്ട്. അപ്പം ഇതേപോലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കും ഉണ്ടാവാം. അപ്പം ഇത്രയേ ചെയ്യേണ്ടതുള്ളൂ. അതായത് നമ്മൾ വണ്ടി എടുക്കും, വണ്ടിക്ക് എന്തായാലും ഇൻഷുറൻസ് ഉണ്ട്. ഒരു വർഷത്തിൽ 10, 18, 20,000 രൂപയാണ് ഒരു വണ്ടിക്ക് ഒരു വർഷത്തേക്ക് ഇൻഷുറൻസ് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള